ജാർഖണ്ഡ് നിയമസഭയിൽ ബഹളമുണ്ടാക്കിയ 18 ബി.ജെ.പി. എം.എൽ.എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സ്പീക്കർ രവീന്ദ്രനാഥ് മഹത്തോ ഇവരെ സസ്പെൻഡ് ചെയ്തത്. പുറത്താക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹളമാണ്. പക്ഷേ എന്തിനാണ് ഈ ആഭാസ സമരം എന്ന് മനസ്സിലാകുന്നില്ല. കേന്ദ്ര ഏജൻസിയായ ഇഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു, 5 മാസം അകത്തിട്ടു. അതിനുശേഷം ജയിൽ മോചിതനായ മുഖ്യമന്ത്രിക്ക് ഭരണം നടത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അവിടെയാണ് ഈ ആഭാസ സമരം നടത്തി സസ്പെൻഷൻ വാങ്ങിച്ചിരിക്കുന്നത് എം.എൽ.എമാർ. പുറത്തു പോകാൻ വിസമ്മതിച്ച ഇവരെ മാർഷലുകൾ ബലം പ്രയോഗിച്ചാണ് സഭയിൽ നിന്ന് നീക്കിയത്. അതായത് സഭ തുടങ്ങും മുൻപ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി ബി.ജെ.പി. നിയമസഭാ അംഗങ്ങൾ ഇരച്ചുകയറുകയും മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജനാധിപത്യത്തെ അപമാനിച്ചുകൊണ്ട് ബി.ജെ.പി. എം.എൽ.എമാർ സഭയിലെ ചില രേഖകൾ വലിച്ചു കീറുകയും ചെയ്യുന്നത് കാണാം. സംഘർഷാവസ്ഥ തുടർന്നതോടെ സ്പീക്കർ രവീന്ദ്രനാഥ് മഹത്തോ 18 ബി.ജെ.പി. എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എം.എൽ.എമാരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മറുപടി നൽകാൻ വിസമ്മതിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടും രാജി ആവശ്യപ്പെട്ടുകൊണ്ടും 2 ദിവസമായി ഇവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുറത്താക്കിയതിനെ തുടർന്ന് നിരവധി ബി.ജെ.പി. എം.എൽ.എമാർ രാത്രി നിയമസഭയുടെ ലോബിയിൽ തന്നെ ചെലവഴിച്ചു. നിയമസഭാ എത്തിക്സ് കമ്മിറ്റി വിഷയം അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സ്പീക്കർ രവീന്ദ്രനാഥ് മഹത്തോ വ്യക്തമാക്കുകയും ചെയ്തു. ജെ.എം.എം, കോൺഗ്രസ്, ആർ.ജെ.ഡി. സഖ്യം ഭരിക്കുന്ന ജാർഖണ്ഡിൽ ഏകാധിപത്യമാണ് നിലനിൽക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ബി.ജെ.പി. നേതാവ് കൂടിയായ അമർ ബൗരി പറയുന്നത്. ഈ സർക്കാരിനെ വേരോടെ പിഴുതു മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ വർഷം അവസാനമാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പി. ഇതര സർക്കാർ ഭരിക്കുന്ന ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 2 മാസത്തിനുള്ളിൽ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 5 വർഷമായി ജെ.എം.എം കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ വിരളി പൂണ്ട ബി.ജെ.പി. നിരന്തരം ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു വരികയാണ്. എത്രയോ തവണ കുതിരക്കച്ചവടത്തിന് ബി.ജെ.പി. ഇവിടെ നീക്കം നടത്തി. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യം, അവരുടെ എം.എൽ.എമാരുടെ ഒത്തൊരുമ ബി.ജെ.പി. നീക്കങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി. അവസാനം മുഖ്യമന്ത്രിയെ തന്നെ 5 മാസം ജയിലിലടച്ചു. ഇപ്പോൾ സഭയിൽ സംഹാര താണ്ഡവം കൂടി ആരംഭിച്ചിരിക്കുന്നു ബി.ജെ.പി. എം.എൽ.എമാർ. ഏതായാലും 20-ൽ 18 എം.എൽ.എമാർക്ക് സസ്പെൻഷൻ നൽകിയതോടെ ബി.ജെ.പി. അക്രമസമരത്തിൻ്റെ മുനയൊടിക്കാൻ ജാർഖണ്ഡ് സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.